ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കണ്ട അരിദോശ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റാഗി ദോശ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയാണ് കണ്ടോ. വളരെ ഹെൽത്തിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഉഴുന്ന് കേട്ടോ, പിളർന്നതായാലും കുഴപ്പമില്ല, മുഴുവൻ ഉഴുന്നായാലും കുഴപ്പമില്ല. ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചേക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉഴുന്നെടുത്ത് അതേ അളവിൽ തന്നെ അവിലും കൂടി ഇട്ട് വെക്കണം കേട്ടോ. അവില് ഞാനിപ്പോൾ ആ റാഗിയുടെ കളർ അതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചുമന്ന അവിൽ തന്നെ എടുത്തത്. വെള്ള അവിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ഒരു 3-4 വെള്ളം കഴുകണം. കഴുകി നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. ഒരു 2-3 മണിക്കൂർ, 3-4 മണിക്കൂർ വരെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം. എങ്ങനെയാണ് കാണിച്ചു തരാവേ. ഇപ്പം ഞാൻ 3-4 വെള്ളം കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂർ, മാക്സിമം 4 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ. 3 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. നമുക്കിതിനെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ അരവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉഴുന്നെടുത്ത ഏത് കപ്പിനാണെന്ന് വെച്ചാൽ ആ കപ്പിൻ്റെ ഡബിൾ കൂരവ് കേട്ടോ. റാഗി ഉണ്ടല്ലോ, ഞാനിത് റാഗി പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾ റാഗിയാണ് എടുക്കണമെങ്കിൽ, മുഴുവൻ റാഗിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ കൂടെ കുതിർക്കാനായിട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് കുതിരുമ്പോഴത്തേക്ക് ഒരുമിച്ച് ആട്ടി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പൗഡർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ കൂടി അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒരു 2 സെക്കൻഡൊക്കെ മതി, ഒന്നങ്ങ് അടിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ടങ്ങ് മാറ്റി വെക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇത്ര വെള്ളവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ. നിങ്ങൾ ഇപ്പം ഇങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ലൂസാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചേക്കാം. രാവിലെ ആയി, നമ്മുടെ മാവ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് കണ്ടോ. നല്ല പൊന്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളിതിൽ ചേർക്കേണ്ടത് ഉപ്പാണ്. നമ്മൾ ഇത്രയും മാവെടുത്തിട്ട് ദോശ ചുടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം മാവെടുത്തിട്ട് ഉപ്പിട്ടാൽ മതി. അതെല്ലാം മുഴുവനായിട്ട് മാവിൽ ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.